മനസ്സിലൊരു വേലക്കാരിയുടെ സ്ഥാനേ ഉള്ളൂ എന്ന് പറഞ്ഞത് സത്യല്ലേ? അതെ മാഡം. ആ എന്നാ വാ, ഇവിടെ ജോലി ഒരുപാടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്ക്. അവസാനിച്ചു പോയ നാഗശാപം വീണ്ടും ആരംഭിക്കുകയാണോ? അതിന് മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഈശ്വര, അയ്യോ, ഈശ്വര, കൃഷ്ണയ്ക്ക് പകരം തിരികെ എത്തിയിരിക്കുന്നത് ഗാഥയാണ്. അതിന്റെ അനർത്ഥങ്ങളാ ഈ കാണുന്നതൊക്കെ. അയ്യോ, അതെന്താ? അയ്യോ അമ്മേ, അയ്യോ, അയ്യോ അമ്മേ, ഇതെന്താ പറ്റിയേ? അമ്മേ, ഇതെന്താ പറ്റിയേ? അയ്യോ, അമ്മേ, അമ്മയുടെ കൈ തട്ടി വീണതാണോ വിളക്ക്? മുത്തശ്ശിക്കേ അബദ്ധം പറ്റിയതാ അമ്മേ. അതിന്റെ നാണക്കേട് കാരണം ഒന്നും മിണ്ടാതെ പോയിരിക്കുന്നെ. ആ, മുത്തശ്ശി പറഞ്ഞിട്ടും കാര്യമില്ല. മുത്തശ്ശി എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത് ഈ പൂജാമുറിയിലല്ലേ. ഏത് നേരവും ലക്ഷണങ്ങൾ തന്നെ. ലക്ഷണങ്ങൾ പിഴച്ചു. മരണസൂചന തന്നെയാണ് കാണുന്നത്. ആർക്കും ആപത്ത് വരാതെ കാത്തുകൊള്ളണേ എന്റെ നാഗദൈവങ്ങളെ. നീ എന്തെങ്ങനെ നിക്കുന്നേ? ആ, അത് മോള് വന്നില്ലല്ലോ മാഡം. സാറിന്റെ കാര്യമൊന്നും അറിയാനും പറ്റുന്നില്ല. അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിലേ നീ കൂടുതലൊന്നും ദുഃഖിക്കണ്ട. അവൻ നിന്റെ ആരുമല്ലല്ലോ. കാര്യം പെങ്ങളാണെന്നും പറഞ്ഞ് അവൻ എല്ലാരും പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സത്യല്ലല്ലോ. മാത്രമല്ല, നിന്നെ പെങ്ങളെന്നും പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തുമ്പോ തോറ്റുപോകുന്നത് ഞാനല്ലേ. എന്റെ സ്ഥാനമല്ലേ ദാനമായിട്ട് തരുന്നത്. അനിയൻ സാറ് സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിന്നെ നീ എങ്ങനെയാ കരുതുന്നേ? ഞാനെന്നും ഒരു ജോലിക്കാരി തന്നെയാ. എന്നിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ജോലിക്കാരിയെ പോലെയാണോ നീ കഴിയുന്നേ? നിന്റെ നടപ്പും ഭാവമൊക്കെ കണ്ടാലേ പുഴയോരം വീട്ടിൽ ഉടമ നീയാണെന്ന് തോന്നുമല്ലോ. മാഡം എന്തൊക്കെയാ പറയുന്നേ? എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ഉറപ്പല്ലേ? അതെ. മനസ്സിലൊരു വേലക്കാരിയുടെ സ്ഥാനേ ഉള്ളൂ എന്ന് പറഞ്ഞത് സത്യല്ലേ? അതെ മാഡം. ആ എന്നാ വാ, ഇവിടെ ജോലി ഒരുപാടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്ക്. ഇങ്ങോട്ട് വരാൻ. കഴിഞ്ഞ ദിവസം രക്തം വീണ സ്ഥല നന്നായിട്ട് തുടച്ചിട്ടില്ല. ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് തുടയ്ക്കണം. വൃത്തിയാക്ക്. എന്താടി
പറഞ്ഞത് കേട്ടില്ലേ? മാഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാഡം എന്താ പെട്ടെന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ പെട്ടെന്നൊന്നും ഇങ്ങനെ ആയതല്ല. നീ ഈ കുടുംബത്തിലേക്ക് കേറി വന്നതേ എനിക്ക് ദഹിച്ചിട്ടില്ല. പിന്നെ അനിയൻ ഉണ്ടായിരുന്നപ്പോ അവൻ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഇപ്പൊ എനിക്കതില്ല. വീട്ടുടമ പറഞ്ഞാലേ അനുസരിക്കാന്നുള്ളതാ ജോലിക്കാരിയുടെ കടമ. ചെയ്തോ. ദാ അവിടെ ബക്കറ്റിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതെടുത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. എടുത്തോണ്ട് വാടി. എന്താ വെള്ളം കണ്ടില്ലേ? കണ്ടു. പക്ഷേ ഇത്രയും വലിയ ബക്കറ്റ് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ല. അതെന്താ? എനിക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാ മാഡം. ഭാരമുള്ള സാധനങ്ങളൊന്നും പൊക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ കാലം ആയില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ എവിടെയെങ്കിലും വീണാ തന്നെ എന്താ കുഴപ്പം? അത് നിനക്കല്ലല്ലോ, നിന്നെ നോക്കുന്നവർക്കല്ലേ ബുദ്ധിമുട്ട്. എടുത്തോണ്ട് വാടി ഇങ്ങോട്ട്. പിന്നെ മോള് വരുമ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവൾ എനിക്കെതിരായി തിരിക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാ അത് അവൾക്ക് തന്നെയാ ബുദ്ധിമുട്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ അവളോടൊന്നും പറയില്ല മാഡം. അവളെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. നിനക്ക് എത്ര ആലോചിച്ചാലും പിടുത്തം കിട്ടണമെന്നില്ല ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറണേന്ന്. അത് വൈകാതെ തന്നെ നിനക്ക് ബോധ്യാക്കി തരാം. പെട്ടെന്നേ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്യടി അങ്ങോട്ട്.